പ്രിയമുള്ളവരെ, സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കുന്നു എന്നൊക്കെ ഒരു പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ അവസ്ഥയിലാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെയും നിയമവകുപ്പിൻ്റെയും ഭരണം ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. സാധാരണഗതിയിൽ ഒരു സർക്കാർ അധികാര കൈമാറ്റം വന്നു കഴിഞ്ഞാൽ ആ സർക്കാരിൻ്റെ നയപരമായ കാര്യങ്ങളും നിയമപരമായ കാര്യങ്ങളും രാഷ്ട്രീയപരമായ കാര്യങ്ങളും നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി പോലീസിലെയും അതുപോലെ കോടതികളിലെ പിമാരെയും DGPമാരെയും മാറ്റാറുണ്ട്. അവരെ മാറ്റാതെ അവരെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവർക്ക് മാറ്റമില്ലല്ലോ, സർക്കാരല്ലേ മാറുന്നുള്ളൂ എന്ന രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയ ഒരു പ്രശ്നം ഇത് വലിയ വിപത്ത് കേരള സർക്കാരിന് ക്ഷണിച്ചു വരുത്തേണ്ടി വന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ സർക്കാരിനെ നയിക്കുന്ന പ്രധാനികളായ രണ്ടുപേർ, നിയമവകുപ്പും ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയും അറിഞ്ഞുകൊണ്ടാണോ പിഴവ് നടത്തുന്നതെന്നുകൂടി സംശയിക്കേണ്ടി വരും. കാരണം അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തനെ സ്ഥിരമായി ജയിലിലിടണമെന്ന ഉദ്ദേശത്തോടുകൂടി ഒരു DGP, LDF സർക്കാർ നിയമിച്ച DGP ഗീനാകുമാരി തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ പ്രവർത്തിച്ച കാര്യം അറിയാവുന്നവരാണ് ഈ മുതിർന്ന രണ്ട് കോൺഗ്രസ് നേതാക്കളും. അവർ രണ്ടുപേരും അധികാരത്തിൽ വരുമ്പോൾ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവനോട് കാണിച്ച് ഇങ്ങനെയാണ് എങ്കിൽ എത്രയോ പിണറായി സ്നേഹമുള്ള ആളായിരിക്കും ആ ഗീനാകുമാരി എന്ന് ചിന്തിക്കാൻ കഴിയാതെ പോയവരാണോ ഇവർ രണ്ടുപേരും എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരത്തില്ല. കാരണം അവർ അതിബുദ്ധിമാന്മാരും ഈ കാര്യങ്ങളിൽ മുൻപരിചയമുള്ളവരുമാണെന്നുള്ളത് നമുക്കറിയാം. ഒരാൾ നിയമവ്യവസ്ഥ എന്താണെന്നും നിയമം എന്താണെന്നും കോടതി നടപടികൾ എന്താണെന്നും അറിയാവുന്ന ഒരാളാണ് നിയമവകുപ്പ് മന്ത്രി. കാരണം അദ്ദേഹം ദീർഘകാലം അഭിഭാഷകനായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാം. മറ്റൊരാൾ നേരത്തെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ഒരാളാണ്. അപ്പോൾ കോടതിയിൽ പോലീസിനെയോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായി നിൽക്കുന്ന ഒരാളിനെ രക്ഷപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നടപടിയും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. കാരണം കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിൽ ED ആക്രമിച്ച കേസിലെ പ്രതികൾ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. ഇത് വ്യക്തമായിട്ട് ആഭ്യന്തര വകുപ്പിനും അറിയാം, നിയമവകുപ്പിനും അറിയാം. ആ സാഹചര്യത്തിലും ED ആക്രമിച്ച കേസിലെ പ്രതികൾക്ക് വേണ്ടിയുള്ള ജാമ്യാപേക്ഷയിൽ 9ാമത്തെ പ്രതിയുടെ ജാമ്യാപേക്ഷയിൽ ഗീനാകുമാരി പോലീസ് എഴുതി കൊടുത്ത നിർദ്ദേശങ്ങൾക്കെതിരായി കോടതിയിൽ പറഞ്ഞിട്ടും അവർക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറായില്ല, അവരെ മാറ്റാൻ തയ്യാറായില്ല. 12ഉം 13ഉം പ്രതികൾക്കെതിരെയുള്ള ജാമ്യാപേക്ഷയിലും അവർ വാദം പറഞ്ഞു കഴിഞ്ഞു. ആ വാദത്തിലും പ്രതികൾക്ക് അനുകൂലമായ നിലപാടാണ് ഈ ഗീനാകുമാരി എടുത്തതെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ പണ്ട് ഞാൻ വീഡിയോയിൽ ഗീനാകുമാരി ആരാണെന്ന് പറഞ്ഞിരുന്നു. ഗീനാകുമാരി പഴയ SFIക്കാരിയാണെന്നും കട്ട കമ്മ്യൂണിസ്റ്റ് ആണെന്നും ലോകത്തെല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങളുടെ മുതിർന്ന നേതാവായ പിണറായി വിജയൻ്റെ വീട്ടിൽ പോയി പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടി ശാരീരികമായി പെരുമാറിയ പ്രതികളെ രക്ഷിക്കാനുള്ള ബാധ്യത അവർ ഏറ്റെടുക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഇവർക്ക് രണ്ടുപേർക്ക് അറിയാത്തതാണെന്ന് പൊതുസമൂഹം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ മൂട്ടത്തുങ്ങാരുടെ സ്വർഗത്തിലാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇത്രയും പ്രമാദമായൊരു കേസ്, കേന്ദ്ര ഏജൻസി ആക്രമിച്ചൊരു കേസിൽ പ്രതികളെ സംരക്ഷിക്കുവാൻ വേണ്ടി ആഭ്യന്തര വകുപ്പും നിയമവകുപ്പും കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിണറായി വിജയനെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നു പരോക്ഷമായി എന്ന് വേണം നമുക്ക് ചിന്തിക്കാൻ. അതുകൊണ്ട് എന്ത് പറ്റി? EDക്ക് ആ കേസിൽ കക്ഷി ചേരേണ്ടി വന്നു. കഴിഞ്ഞ ദിവസം ആ കേസിൽ കക്ഷി ചേർന്നു. കേസിൻ്റെ വിചാരണ നടപടികൾ വാദം കേട്ട കേസിൽ കൂടി അവരെ കേസിൽ ഇംപ്ലീഡ് ചെയ്തതോടുകൂടി നാളെ അതിനകത്ത് വാദം നടക്കും. വാദം നടന്നതിന് ശേഷം വിധി പറയൂ. ആ അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഓർക്കണം, കട്ടയും കല്ലും ഒക്കെ വെച്ച് മാരകായുധങ്ങൾ വെച്ച് വടികളൊക്കെ വെച്ച് അവരെ ആക്രമിച്ചിട്ട് പോലും ഇതാണ് അവസ്ഥ. ഇതുതന്നെയല്ലേ പിണറായി വിജയൻ രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് യൂത്ത് കോൺഗ്രസ് അവരോട് പറഞ്ഞത് എന്നുകൂടി നമുക്ക് ഇതിനോട് കൂട്ടിച്ചേർക്കേണ്ടി വരും. അപ്പം നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തനെ ആക്രമിച്ച കേസ്, ആ ഒരുത്തനെ നിരന്തരം ശല്യം ചെയ്യവനെതിരെ വ്യാജമായ പരാതി പോലും ഉണ്ടാക്കി, അല്ലെങ്കിൽ നിലവിലില്ലാത്തൊരു കേസ് വരാൻ പോകുന്നു എന്ന് മുൻകൂട്ടി കണ്ട് ത്രികാലജ്ഞാനിയെ പോലെ പെരുമാറിയ ഗീനാകുമാരിയെ, അതിന് സാഹചര്യം നിങ്ങൾക്കറിയാം. 1ാമത്തെ രാഹുലിനെതിരെയുള്ള പരാതിയുടെ പുറത്ത് കോടതി ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു ആരോപണമാണെന്നും ഇത് വിവാഹിതയായ സ്ത്രീയും അവിവാഹിതനായ ചെറുപ്പക്കാരനും തമ്മിലുള്ള ബന്ധമാണെന്നും അവർ ബന്ധം വിച്ഛേദിച്ചിട്ടില്ലെന്നും ഇതെങ്ങനെ ബലാത്സംഗമാവും, പരസ്പരം ഇഷ്ടപ്രകാരം ചെയ്തതല്ലേ, 27/1/2025 27/1/2028 അവർ സോമാനസാലയല്ലേ പാലക്കാട് പോയതെന്നൊക്കെ കോടതി ചോദിക്കുന്ന സമയത്ത് രാഹുലിന് മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗീനാകുമാരി അതല്ല വേറെ തെളിവുകളുണ്ട് അതുകൊണ്ട് മാലത്തേക്ക് മാറ്റണമെന്ന് പറഞ്ഞ അതേ ഗീനാകുമാരിയെ വിശ്വസിച്ചുകൊണ്ട് ഈ ED ആക്രമിച്ച കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷയെ നിസ്സാരവൽക്കരിച്ച് കണ്ടതുകൊണ്ടാണ് ഇന്നിപ്പം മ്യൂസിയം CAക്ക് ആസിഫ് അലി സാറിനെ കണ്ട് ആ കേസിനകത്ത് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാക്കിയത്. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ് സൂചി കൊണ്ടെടുക്കേണ്ടതിനെ തൂമ്പ കൊണ്ടെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ച് ഇവർ രണ്ടുപേരുമാണ്. ഒന്നുകിൽ നിങ്ങൾ രണ്ടുപേരും കരുതിക്കൂട്ടി ഇത് ചെയ്തു, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗീനാകുമാരിയെ പേടിയാണ്.
ഒന്നുകിൽ നിങ്ങൾ CPI പേടിക്കുന്നു, അല്ലെങ്കിൽ പിണറായി വിജയനെ സംരക്ഷിക്കാൻ പോകുന്നു. 3 കാരണങ്ങളാവുള്ളൂ. ഒന്നിൽ നിങ്ങൾക്ക് ED എന്തെങ്കിലും ED ഉദ്യോഗസ്ഥന്മാർ വ്യക്തിപരാക്കി ഉണ്ടാകാം, അതല്ലെങ്കിൽ നിങ്ങൾ പിണറായിയെ സഹായിക്കാൻ പോകുന്നു, അതല്ലെങ്കിൽ ഗീനാകുമാരിയെ നിങ്ങൾ വിശ്വസിക്കുന്നു. ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ ഗീനാകുമാരി സർക്കാരിന് വേണ്ടിയാണോ കോടതിയിൽ പോകുന്നതുകൊണ്ട് സർക്കാരിന് വേണ്ടി മാത്രമേ പെരുമാറുമെന്ന് വിചാരിക്കുന്നു. ഗീനാകുമാരി CPM ആണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോയോ എന്നാണ് ചോദിക്കേണ്ടത്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുത്തനെ ഈ പണി ചെയ്തവർ അവരുടെ കൂട്ടത്തിലുള്ള ആളിനെ രക്ഷപ്പെടുത്തത്തില്ല എന്ന് വിശ്വസിക്കാനുള്ള മൂഢന്മാരുടെ സ്വർഗത്തിലാണോ നിങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നതെന്ന് പൊതുജനം ചോദിച്ചാൽ നിങ്ങൾക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടെന്ന് ഓർത്തുകൊണ്ട് വേണം തുടർന്നുള്ള ദിവസങ്ങളിലും കാര്യങ്ങൾ ചെയ്യും. ഇതൊക്കെ തന്നെയാണ് മിക്ക കോടതികളിലും നടന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. DGPമാരെ മാറ്റാത്തതും ഈ ഗീനാകുമാരിയെ പോലുള്ള അന്തം പിടിച്ച കമ്മികളെ ആ സ്ഥാനത്തിരുത്തുന്നതും ഈ സർക്കാരിൻ്റെ ബലഹീനതയാണോ അതോ എന്തെങ്കിലും പ്രത്യുപകാരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന പരസ്പര സഹായ സഹകരണ സംഘമാണോ എന്ന് പൊതുജനം സംശയിച്ചാൽ അവരെ കുറ്റം പറയരുതേ നിയമമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി. നന്ദി, നമസ്കാരം.